ലൈറ്റില് കാണാനായിരിക്കും ഇത്രയും ഭംഗി. നമ്മൾ വന്നത് കവാടം എന്നൊക്കെ എന്തൊക്കെയാണല്ലേ, എന്നാ വലിപ്പമാണേ. താഴെയൊക്കെ 35 മിനിറ്റ്. അത് ഒന്ന് റൈറ്റ് സൈഡിലുള്ള കെട്ടിടം നമുക്ക് അറിയത്തില്ല. ഹലോ ഹബീബീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഡ്രസ്സൊക്കെ പഴയ തന്നെയാണ്, കാരണം സെയിം ഡേ വീഡിയോസ് ആണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇവരെല്ലാം ഉണ്ട്. AJ ഫാം, അഞ്ചു ഫാമിലി എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ലിജിനും ഇസയുണ്ട്. ഹായ് പറ. അതേക്കുട്ടി ഹായ് പറഞ്ഞില്ലല്ലോ. ഹായ്. അപ്പം പിന്നെ പൊന്നാട് ഹായ് ഇവിടെ പോയി. ഹായ്. അപ്പം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിലൂടെ ടവർ ബ്രിഡ്ജിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ശ്രമം നടത്താൻ പോവുകയാണ്. നൈറ്റ് ഡ്രൈവ്. അപ്പോൾ ലേറ്റ് ആയി പോയതുകൊണ്ട് നൈറ്റ് ഡ്രൈവ്. നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ പകൽ ഡ്രൈവ്. അപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. ഞങ്ങൾ ലണ്ടൻ ടൗണിനകത്താണ്. ലണ്ടൻ ടൗൺ അല്ലേ മുത്ത? വി ആർ സംവെയർ ഇൻസൈഡ് ലണ്ടൻ. നമ്മൾ ലണ്ടൻ നൈറ്റ്സ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ആ ബ്രിഡ്ജിലൂടെയാണ് പോകുന്നത്. റൈറ്റ് സൈഡിലുള്ള കെട്ടിടം നമുക്ക് അറിയത്തില്ല. നമ്മൾ ടവർ ബ്രിഡ്ജ് ലക്ഷ്യമാക്കിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. എവിടെ എത്തിച്ചേരുമെന്നും നമുക്ക് വലിയ ധാരണയില്ല. നമ്മുടെ അരുണും അഞ്ജുവും ലിജിനും ബാക്കിലത്തെ വണ്ടിയിലുണ്ട്, നമ്മൾ ഈ വണ്ടിയിലുണ്ട് അല്ലേ. ഒരു നൈറ്റ് ഡ്രൈവ് അത്രേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. ഒരു ഇപ്പം സമയം നോക്കിയാൽ 11 മണി അല്ലേ. 11 മണി, രാത്രി 11 മണി. അല്ല, റോഡിലെ തിരക്ക് നോക്കി രാത്രി 11 മണിയാണെന്ന് പറഞ്ഞാൽ നല്ല തിരക്കല്ലേ. കുറെ ബൈക്കേഴ്സ് പോയിട്ടുണ്ട് കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. സൂപ്പർ സൗണ്ട് ആയിരുന്നു. മുന്നിൽ പോകുന്നുണ്ട്, ഫ്രണ്ടൊക്കെ പൊക്കിയാ പോകുന്നത് കേട്ടോ. എന്റെ സൗണ്ടായി കേൾക്കുന്നേ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ടൗണിന്റെ എക്സാക്ട് ഇതെത്തുമ്പോ കാണിക്കാം അല്ലേ മുത്ത? ഓക്കെ. ഇത് നമ്മുടെ റാഡിസൺസ് ഒക്കെ ഉണ്ടോ? റാഡിസൺസ്, ഫ്രേസസ് സ്യൂട്ട്സ്. ഇത് നമുക്കിനിയും 6.5 മൈലേ ഉള്ളൂ. 6.5 മൈലില്ല, 6.2 മൈൽസേ ഉള്ളേ. പക്ഷെ അതിന് എത്ര സമയം കാണിച്ചേക്ക് നോക്കിയിട്ട് മുത്തേ? 35 മിനിറ്റ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് ലിമിറ്റ് 20 ആണ്. പിന്നെ ഫ്രീക്വന്റ് സിഗ്നൽസ് ആണ്. കാണത്തില്ല തന്നെ, അതുകൊണ്ട് ഫ്രണ്ട് തന്നെ കാണിച്ചു. ഫ്രീക്വന്റ് സിഗ്നൽസ് ആണ്. അതായത് ഒരു എന്താ പറയുന്നത്, കുറച്ച് മീറ്ററുകൾ കഴിയുമ്പോൾ സിഗ്നൽ. ഇവിടെ മൊത്തം ഹോട്ടൽസാണ് കേട്ടോ. അതെല്ലാം പഴയ ആർക്കിടെക്ചറാണ്. രാത്രി ആയതുകൊണ്ട് എത്ര ക്ലാരിറ്റി ആണെന്ന് അറിയത്തില്ല. അതെ, എന്ന് പറഞ്ഞാലും ഞങ്ങൾ കാണിക്കുക. ലെഫ്റ്റ് സൈഡിലെ എന്തോ സംഭവം ഉണ്ട്, എന്തോ പ്രധാനപ്പെട്ട സാധനമാണ്. കത്തീഡ്രൽ പോലെ എന്തോ ഭയങ്കര വലിപ്പം അല്ലേ. എന്നാ വലിപ്പമാണേ, എവിടെന്തെങ്കിലും കാണും. എന്തോ ഒരു പിടുത്തവും ഇല്ല. ഓ, ഡിനോസറിന്റെ ഇത് കണ്ടോ? സ്കെൽട്ടൺ അല്ലേ? മേ ബി മ്യൂസിയം. Maybe. We are not sure. Museum has everything. Like museum അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. മ്യൂസിയം ആണ് പിള്ളേർ പറയുന്നത്. അത് സ്കെൽസ് ഒക്കെ ഉണ്ട്, ഡൈനോസർ. പിള്ളേർ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അതിന്റെ കണ്ടിന്യൂഷൻ കേട്ടോ. ഇത് മ്യൂസിയം ആണ്ടോ? വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം. ഈ ബിൽഡിംഗ് കാണിച്ച് മരമൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഭംഗിയില്ലേ. നമ്മുടെ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന അല്ലേ. സൈഡ് നോക്കി, റെംബ്രാൻഡ് എന്ന് പറഞ്ഞ സാധനമൊക്കെ നോക്കി. കാണാമോന്ന് അറിയത്തില്ല. നമ്മുടെ മുന്നിൽ പോകുന്ന ഈ കറുത്ത വണ്ടിയാണ് ലണ്ടൻ ടാക്സി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ പേരാണ്, ലണ്ടൻ ടാക്സി എന്നുള്ളത്. ഭയങ്കര വലുപ്പം കേട്ടോ ഈ സാധനത്തിന്. ഒരു 8 പേർക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നല്ല വലുപ്പമുണ്ട്. അതിന് ഫ്രണ്ടിൽ വരുമ്പോൾ പോകുന്നുണ്ട്. കളർ വേറെ ആണെന്നുള്ളതേ ഉള്ളൂ. ഇത് പുതിയ മോഡൽ ലണ്ടൻ ടാക്സിയാണ്. 2020 മോഡലാണ്. പഴയ മോഡല് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഇത് പുതിയ മോഡലാണ്. ഇതേ റൈറ്റ് സൈഡ് നോക്കി ഒരു ലൈറ്റ് ഒക്കെ ഇട്ട് സാധനം കണ്ടോ? എടി,
ഹാരറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? എല്ലാരും പറയത്തില്ല ഹാരറ്റ്സിൽ പോണം. ഹാരറ്റ്സിൽ ഏതാണ്ട് ഭയങ്കര സംഭവമാണെന്ന് പറയുന്നേ. കണ്ടോ? ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലുണ്ടോ? വന്നപ്പോ കണ്ടോടാ ആ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന സാധനം? അത് ഇറ്റ്സ് ലൈക്ക് എ ഷോപ്പിംഗ് സെന്റർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബസ് ലൈനിൽ കയറി പണി കിട്ടും ടാക്സി അല്ലാത്തതുകൊണ്ട്. ലെഫ്റ്റ് സൈഡ് ബസ് ലൈൻ ആണേ. ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊക്കെ ഉണ്ട്. ബസ് ലൈനിൽ കയറാൻ പാടില്ല. പെനാൽറ്റി ഏത് വഴി വന്നെന്ന് ചോദിച്ചാൽ നല്ല രസം. ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചേക്കോണേ. ഫ്ലാഷ് ആണോ അടിച്ചേ? അല്ലല്ലോ. ദേ ഓ കാണാൻ വേണ്ടി ക്ലിയർ ആണോ? എന്നാ വലുപ്പമാണേ. താഴെയൊക്കെ ഡിസ്പ്ലേ വെച്ചേക്കാൻ നോക്കി. മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, കിട്ടുന്നത്ര. രാത്രി ആയതുകൊണ്ട് നമുക്ക് റോയൽ വിലയുമാ കേട്ടോ. താഴെ ഹാരറ്റ്സിന്റെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടോ? റോയൽ വിലയുമാ. ഇത് നോക്കിക്കേ, ഒരു സൈക്കിൾ പോലത്തെ സാധനം ലൈറ്റ് ഒക്കെ കത്തിച്ച്. ഓ, ഹാരറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ള കാര്യം നമ്മൾ എന്തായാലും കണ്ടു. ഹാരറ്റ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഹാരറ്റ്സ് നമ്മൾ കണ്ടു. ഷോപ്പിംഗ് സെന്റേഴ്സ് ആണ് തോന്നുന്നത്. അതെ, ഒരു സൈഡ് മൊത്തം. യാ അങ്ങനെ നമുക്ക് സിഗ്നൽ കിട്ടിയിരിക്കുകയാണ്. നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. അതെ, റോളക്സിന്റെ ഷോറൂം. ഇവിടെ റോളക്സ് കണ്ടോ? പച്ച റോളക്സ് വാച്ചസിന്റെ കട കേട്ടോ. വാച്ചസ് ആൻഡ് സ്വിറ്റ്സർലാൻഡ്. എല്ലാം ബ്രാൻഡഡ് പരിപാടി ആയിരിക്കും. ഇവിടുത്തെ എല്ലാം ലണ്ടൻ അല്ലേ? ലണ്ടൻ ഈസ് ബ്ലഡി എക്സ്പെൻസീവ്. എവിടുന്നോ ആരോ ബൈക്കിൽ മൂളിച്ച് വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഓ, പൊന്നാടെ സാധനം വന്നു. ഹൗസ് ഓഫ് ട്രഷർ ഹോഗ്വാർട്സിന്റെ. ഞാൻ ആപ്പിൾ ഷോറൂം നോക്കി റൈറ്റ് സൈഡില് കണ്ടോ? ഈ കണ്ടോ നീ? കണ്ടു. ഏതാ? ഫ്രണ്ടില് റൈറ്റ് സൈഡില് ആപ്പിളിന്റെ കൊടിയും താഴെ മറ്റേ എന്താ പറയുന്നേ, ഗ്ലാസിന്റെ എംബ്ലോ ആണെന്ന് തോന്നുന്നു വെച്ചേക്കുന്നേ. ഒരാള് പോകുന്നുണ്ട്, ഭിന്നിച്ചു പോകുന്നുണ്ട്. പുറകിൽ ഫെരാരി അല്ലേ? ആ, ഫെരാരി ആടാ. ബ്ലാക്ക്. നമ്മളങ്ങനെ Oh my God, we have missed the lane, but we have managed to. Use the left lane to stay to the left to A4 Knightsbridge. ഇത് എന്തോ ലെഫ്റ്റ് സൈഡ് നോക്കി കാണിച്ചാൽ ലെഫ്റ്റ് സൈഡ് കാണിച്ചപ്പോ അതെന്തോ അതിന് പിടുത്തമില്ല. ഏതോ ഹോട്ടലാണെന്ന് തോന്നുന്നു. എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. ഓറിയന്റൽ എന്തോ ഒരു ഓറിയന്റൽ. റൈറ്റ് സൈഡ് ഉണ്ട് പാർക്ക് ടവർ കസിനോ. റൈറ്റ് സൈഡില് ഇവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റുമോ? ഒരു റൂട്ട് പോയിട്ട് അടുത്ത റൂട്ട് തിരിച്ചു വരാൻ പറ്റുമോ? എന്നാലും വല്ല കാണിക്കും. ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നല്ലേ നമ്മുടെ തൊട്ട് പുറകിൽ ഒരു ഫെരാരി ഉണ്ട് കേട്ടോ. അവനെ കാണാൻ കൂടി അപ്പൊ എന്നാ എഴുന്നേക്കില്ല അങ്ങനെ. ഇതേ നമ്മുടെ ലണ്ടൻ ബസ് റെഡ് ആൻഡ് കണ്ടോ? മുൻപ് റെഡ് ആൻഡ് അല്ല, റെഡും പിന്നെ ഗ്ലാസും 2 നിലയുണ്ടെന്നുള്ളതേ ഉള്ളൂ. പുട്നി ബ്രിഡ്ജിലേക്ക് പോകുന്ന നമ്മുടെ 414 അതെ ബസ്. പുട്നി ബ്രിഡ്ജിലേക്ക് പോകുന്ന 414 ബസ്. അതാണ് ആ ബസ്. തേർഡ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് സയന്റിസ്റ്റ്. നമുക്ക് വഴി തെറ്റി നമ്മൾ വന്ന കേട്ടോ. പക്ഷേ സംഭവത്തിന്റെ കവാടത്തിലാണ് നമ്മൾ വന്നത്. കവാടം എന്നൊക്കെ എന്തൊക്കെയാണല്ലേ സാഹിത്യമൊക്കെ കയറി വരുന്നു ലണ്ടൻ കണ്ടപ്പോഴത്തേക്ക്. സാധാരണ കൊച്ചി കണ്ടവൻ ഇല്ലം വേണ്ട ഇങ്ങനെയാണല്ലോ. കൊല്ലം കണ്ടവൻ അച്ചി വേണ്ട എന്നൊക്കെ പറയത്തില്ലേ? അതുപോലെ ലണ്ടൻ കണ്ടവന് ഗ്രാമർ വേണ്ടെന്നായിരിക്കും. ഭയങ്കര ലാംഗ്വേജ് ഒക്കെ വരുന്നു. ആ ലൈറ്റ് ഏതാണ്ട് തൂക്കിയൊക്കെ ഇട്ടേക്കുന്നത് ഇല്ലസ്ട്രേഷൻ ഏതാണ്ടുണ്ട് കേട്ടോ. എന്തോ ഒരു പിടുത്തം കിട്ടുന്നില്ല. നമ്മൾ ഇതുവഴി ഏതാണ്ട് യൂറസ് കിടക്കുന്നു. മാൻസറിംഗ് എഡിഷൻ. പുകയ്ക്കുവാണല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അത് ഓർത്തോണം. അപ്പൊ പബ്ബൊക്കെ നല്ല ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് ഈ പാതിരാത്രിയില്
ഇങ്ങനെ വന്ന് കാണാനൊരു എക്സ്പീരിയൻസ് ചെയ്യാനൊരു ആഗ്രഹം. ആ ആഗ്രഹമാണ് നമ്മളിപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വെയ്സ് കൊണ്ടുപോകുന്ന വഴിയിലൂടെ നമ്മൾ പോകുന്നു. അതിനിടയ്ക്ക് നമുക്കൊന്ന് വഴി തെറ്റി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇല്ലെങ്കിൽ ഈ കാഴ്ചകളൊന്നും നമ്മൾ കാണത്തില്ലായിരുന്നു. Then use the left 3 lanes to stay to the left to a 4202 Park Lane. നമ്മൾ ഏതോ പാർലമെന്റ് സ്ക്വയർ ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. പാർലമെന്റ് സ്ക്വയർ പാർലമെന്റ് സ്ക്വയർ ആയിട്ടുണ്ടോ? കണ്ടായിരുന്നോ? പുല്ലുള്ള ബിൽഡിംഗ്. പുല്ലുള്ള ബിൽഡിംഗ്. ഞാൻ വിചാരിച്ചു പുല്ലുള്ള ബിൽഡിംഗ്. അതെന്ത് പുല്ലുള്ള ബിൽഡിംഗ്? 800 feet. Use the right 2 lanes to turn right on 8302. ബിൽഡിങ്ങുകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇതൊക്കെ ലൈറ്റില് കാണാനായിരിക്കും ഇത്രയും ഭംഗി. Turn right അതെ, on എന്തൊരു വലിയ ബിൽഡിംഗ് അല്ല. Victoria Street. എല്ലാം 20 കിലോമീറ്റർ സ്പീഡാ കേട്ടോ. പക്ഷേ ഇവിടെ 202 Vauxhall Bridge Road. നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത്? നമ്മൾ ടവർ ബ്രിഡ്ജാ ഇട്ടേക്കുന്നേ. ലണ്ടൻ മൊത്തം കറങ്ങുവാണോ? ഇപ്പൊ ലണ്ടൻ സിറ്റിക്കാൻ ഫുള്ള് നമ്മൾ കറങ്ങും എന്തായാലും. പിന്നെ ഈ സമയത്ത് കൺജഷൻ ചാർജസ് ഇല്ലെന്നാണ് കേട്ടത്. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് നമ്മൾ ഈ അഭ്യാസം കാണിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം അല്ലേ? അല്ലേ? നമ്മളിപ്പോ നോക്കി റൈറ്റ് സൈഡ് നോക്കിക്കേ. റൈറ്റിൽ അങ്ങ് കാണുമോ നോക്കി ടവർ ബ്രിഡ്ജ്. അങ്ങ് കാണുമെങ്കിൽ ദിസ് ഈസ് ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടനായി അമ്മേ, സൈഡ് നോക്ക്. In 1000 feet, use the left 2 lanes to continue straight on A202. ഇത് നമ്മൾ അന്ന് കണ്ട, നമ്മൾ ഇതുവഴിയാണ് അന്ന് പോയത്. അപ്പൊ അപ്പുറം റൈറ്റ് സൈഡിലാണ് ടവർ ബ്രിഡ്ജ്. നമ്മള് ബോട്ടയില് ഇതിനകത്ത് കൂടെ ഇതിന്റെ തടിയിൽ കൂടെ പോയത്. ഇവരെ കൂടെ പോയില്ലേ? നമ്മള് അങ്ങനെ ലണ്ടൻ സിറ്റിക്കകത്തൂടെ ഒത്ത നടുക്കൂടെ. ബ്രിഡ്ജ് പൊങ്ങി കിടക്കുവാണോ? അത് ബ്രിഡ്ജല്ല, അത് നമ്മൾ എവിടെയാണെന്നോ എതുവഴിയാണോ പോകുന്നോ നമുക്ക് വലിയ ഐഡിയ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വാസ്തവം. പക്ഷേ നമ്മളങ്ങ് പോവുകയാണ്. അതെ, നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകളാണെന്നുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങ് പോവുക എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് രണ്ട് മാപ്പ് ഒരുമിച്ചിട്ട് ഒന്ന് നോക്കിയതായിരുന്നു. പക്ഷേ അത് നമുക്ക് കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ട് ഒരെണ്ണം നിർത്തിയിട്ട് ഇടണം. വണ്ടി ഓക്കെ, അടുത്തെത്തി. 1.4 മൈലാണ് കാണിക്കുന്നത്. 8 മിനിറ്റ്. അതായത് ഇപ്പം 11:51. നമ്മളൊരു 12 മണിയാകുമ്പോൾ, രാത്രി 12 മണിയാകുമ്പോഴെങ്കിലും നമ്മൾ ടവർ ബ്രിഡ്ജ് കാണുമെന്നുള്ളൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. നമ്മളെ വേസ് ചതിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ കൂടെ വന്ന വണ്ടി എന്തിയേ എന്ന് നമുക്കൊരു പിടിയില്ല. നമ്മുടെ പുറകിലില്ല, എന്തായാലും നമ്മുടെ മുന്നിലും ഇല്ല. കാരണം നമുക്കിടയ്ക്ക് വഴി തെറ്റിയായിരുന്നു. ഇവിടെ ആർക്കെങ്കിലും വഴി തെറ്റിയാൽ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയൂല. ഒന്നാമത്തെ കാര്യം, ഈ 12 മണിക്കും ഈ തിരക്ക്. ആർക്കറിയാം, ഇവർക്കൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടെ? അല്ല, നമ്മള് വല്ലപ്പോഴും മറ്റേ അവിടുന്ന് ദൂരേന്ന് വന്ന് ലണ്ടൻ കാണാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിക്കാന്ന് പറയാം. ഇവരൊക്കെ ലണ്ടനിൽ കിടക്കുന്നവരല്ലേ. ചിലപ്പോ പണി കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോഴായിരിക്കും പോകുന്നതല്ലേ. ലണ്ടൻ ലൈഫ് ഈസ് ടു ബിസി. അതായിരിക്കും ഒരു റീസൺ. പിന്നെ ഫ്രണ്ടിൽ ഏതാണ്ട് ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. Use the left lane to stay to the left to A201 New Kent Road. ന്യൂ കെന്റ് റോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. എവിടാണോ എന്തോ. ഉറങ്ങി, അതാണ് ആ കടയുടെ പേര്. ഉറങ്ങി. ഞങ്ങൾ ഉറങ്ങിയില്ല, ഞങ്ങൾ ഉണർന്നിരിക്കുവാണ്. ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് ടവർ ബ്രിഡ്ജ് കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നിട്ട് ഉറങ്ങാം. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം. ടവർ ബ്രിഡ്ജ് റോഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ടവർ ബ്രിഡ്ജിലൊക്കെ കയറാൻ പറ്റിയാൽ മതിയായിരുന്നു. ലാസ്റ്റ് 1.1 മൈലാണ്. അതിനാണ് 1.1 മൈലിനാണ് 7 മിനിറ്റ് കാണിക്കുന്നത്. ലണ്ടനിൽ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥ അല്ലേ, ഈ ട്രാഫിക്കിൽ അവരുടെ പാതി പരിപാടി കഴിയും. അല്ല മുത്തു?
പകുതി ട്രാഫിക് കൊണ്ടുപോകും. അതെ അതെ. പിന്നെ നമ്മള് എത്തേണ്ടടുത്ത് അതെ. സൈഡിൽ In 800 feet, അറിയില്ല. at the roundabout, take the second exit on a 100 Tower Bridge Road. ടവർ ബ്രിഡ്ജ് റോഡ് എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് കേട്ടോ. ബെൻ ആണോ? ബിഗ് ബെൻ അല്ല, ബിഗ് ബെൻ വേറെ. എന്തോ അത് പിന്നെ അത് മറ്റേ ബിൽഡിംഗ് രണ്ട് കൂണ് പോലത്തെ സാധനമുള്ള രണ്ട് ശൂലം പോലത്തെ സാധനമുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. നമ്മള് പിന്നെ എന്തുവാ പറയുന്നത്, ശൂലം പോലുള്ള സാധനമുള്ള ബിൽഡിംഗ് നമ്മൾ മറ്റേ നേരത്തെ ടവർ ബ്രിഡ്ജ് കാണാൻ പോയപ്പോ നമ്മൾ കണ്ടില്ലായിരുന്നു, ഗ്ലാസ് പോലെ ഇട്ടിരുന്ന രണ്ട് സാധനം, അതാണെന്ന് തോന്നുന്നു.